തുടങ്ങാം. ഈ സിനിമ നടനിൽ നിന്ന് എത്ര കാലമെടുത്തു ഒരു കൃഷിക്കാരനാകാൻ? എത്ര വർഷമെടുത്തു ആ തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ? അല്ല, തീരുമാനത്തിലേക്ക് ഉറച്ചു നിൽക്കാൻ എന്ന് പറയുന്നത്, ഞാൻ സിനിമാ ഫീൽഡിൽ ഇപ്പോൾ 23-24 വർഷമായി. പക്ഷെ ഞാൻ കാർഷിക വൃത്തിയുമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയിട്ട് 9 വർഷം കഴിഞ്ഞുണ്ട്. അതിൻ്റെ ഒരു കാരണം പോലും എൻ്റെ പിതാവ് NP ഉണ്ണിപ്പിള്ള എന്ന് പറഞ്ഞ NSSലെ ഒരു ഹെഡ് മാസ്റ്റർ അധ്യാപനമൊക്കെ ആയിരുന്നു. അപ്പോൾ അച്ഛൻ സാമൂഹ്യ പ്രവർത്തനത്തോടൊപ്പം തന്നെ അച്ഛൻ കൃഷിയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന ആളാണ്. അപ്പോൾ അച്ഛൻ്റെ മരണത്തോടു കൂടിയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട അച്ഛൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന തൊഴിലാളികളും മറ്റുള്ള കൃഷിക്കാരുമൊക്കെ എന്നെ അതിലേക്ക് ക്ഷണിക്കുകയും ഞാൻ പിന്നെ അതിനകത്ത് ചെന്ന് നോർമലി ഓരോരോ പ്രോസസ്സിങ്ങിൽ ചെന്ന് ബന്ധപ്പെട്ട് ഞാൻ അതിനകത്ത് അങ്ങ് ഇൻവോൾവ് ആവുകയായിരുന്നു. ആദ്യം ഭയമുണ്ടായിരുന്നു ശരിക്കും ഇതിലോട്ട് ഇറങ്ങാൻ? തീർച്ചയായും. കൃഷി എന്ന് പറയുന്നത്, കാരണം നമ്മുടെ സിനിമാ ഫീൽഡിൽ ഇപ്പോൾ പലരും ചെയ്യുന്നുണ്ടെങ്കിലും അവരൊക്കെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് എത്തിയവരാ. അതേ സ്ഥാനത്ത് എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് ശാരീരികമായിട്ടോ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അതൊക്കെ എൻ്റെ തൊഴിൽ മേഖലയെ ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്കൊരു 2-ാം വർഷം തന്നെ കൃഷി ചെയ്യുന്ന സമയത്ത് എനിക്ക് സൺബേൺ അടിക്കുകയും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്ന ഒരു സ്നേഹവും ലാളനയും അതിനകത്ത് തോന്നിത്തുടങ്ങിക്കഴിഞ്ഞത് കൊണ്ട് പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റാത്ത ഒരവസ്ഥയും അതിനെ അത്രമാത്രം കൃഷിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പം നെൽകൃഷിയാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ കുറച്ച് വാഴ. എൻ്റെ കുടുംബത്തിൻ്റെ ഒരു 10 ഏക്കറുണ്ട്, അതാണ് ചെയ്യുന്നത്. ഒന്ന് ഈ പായ്പാട് പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ കൊല്ലത്തയാത്തങ്കരി എന്ന് പറഞ്ഞ പാടശേഖരമാണ്. പിന്നെ ഉള്ളത് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള പാണാഗിരി എന്ന് പറഞ്ഞ പാടശേഖരമാണ്. ഈ 2 പാടശേഖരത്തായിട്ടാണ് നമ്മുടെ കൃഷിയുള്ളത്. അത് ഓരോ വർഷവും പലതും ഇതാണ്. എന്നാലും കൂടുതലും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തത് ജ്യോതിയാണ്. ജ്യോതി എന്ന് പറയുന്നത് 1255 എന്നാണ് അതിൻ്റെ നാമം. അല്ല, ഇതാണ് ഉണ്ണാൻ കൊള്ളാവുന്ന നെല്ലതാണ് ചോറിന്. മറ്റേത് D1 എന്ന് പറയും, അത് ഉമ എന്ന് പറയും. അത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ അരിയൊക്കെ പൊടിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കാനൊക്കെയാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ഒരുപാട് കൃഷി ഓഫീസറുകൾ കൂടുതലായിട്ട് അതൊക്കെ വരും. അത് ഇതൊക്കെ ഈ വിത്ത് ശരിക്കും പറഞ്ഞാൽ പഴയകാല വിത്തുകളാണ്. ജ്യോതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-25 വർഷമായ വിത്താണ്. ഇതൊക്കെ കവർ ചെയ്യുന്ന ഒരു നല്ലൊരു വിത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്ന കാലമാണ്. അതിനിടയ്ക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഈ സിനിമാവിനെയും കൃഷി അതിൻ്റെ ഇടയ്ക്ക് പല ചാനലുകളിൽ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ജനം ടിവിയിൽ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അതെ, കയ്യൊപ്പം എന്ന് പറഞ്ഞു. അത് പ്രശസ്തരായ വ്യക്തിത്വങ്ങളെ അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധത ഉള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്താണ് ഇന്റർവ്യൂ. അങ്ങനെയുള്ള ആൾക്കാരിലാണ് ഇപ്പം സിനിമാക്കാരെ മാത്രമല്ല, അതിൽ സിനിമാക്കാർ കുറവാണല്ലോ. പടം വരയ്ക്കുന്നവര്, കവികള്, അല്ലെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയായിട്ട് ജോലി ചെയ്യുന്നവര് ഒക്കെയാണ് ഇന്റർവ്യൂ വരുന്നത്. അപ്പൊ ഈ കൃഷി അല്ലെങ്കിൽ അവതരണം, ഈ അഭിനയം എല്ലാത്തിനും കൂടെ സത്യമായ എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളത് സത്യമാണ്. അതിൻ്റെ ഇടയ്ക്ക് താങ്കൾക്ക് എപ്പോഴാണ് ഇതിനെല്ലാം നേരം കിട്ടും? നമ്മൾ വേണമെന്ന് വെച്ചാൽ എന്താ പറയാ, വേലും കാരിക്കും ഉണ്ടാവുമെന്ന് പറയത്തില്ലേ. വേണമെന്ന് വെച്ചാൽ എല്ലാം സാധിക്കും. ഇന്ന് മൊബൈലും മറ്റുള്ള കമ്പ്യൂട്ടർ യുഗങ്ങളും വരുന്നതിന് മുമ്പ് 24 മണിക്കൂർ എന്ന് പറയുന്ന അധികമായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും വലിയ അഡ്വാൻസ് ടെക്നോളജിയിലേക്ക് എത്തിക്കഴിഞ്ഞ ഈ സമയത്ത് നമുക്ക് പക്ഷേ 24 മണിക്കൂർ പോരാത്തൊരവസ്ഥയിലാണ്. പക്ഷേ നമ്മൾ വേണം എന്ന് മനസ്സ് വെച്ചാൽ എല്ലാത്തിനും സമയം കിട്ടും. ഇപ്പം നെജുവിനെ കാണാൻ പോലും എനിക്കിവിടെ വരാൻ എനിക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വരും. അപ്പോൾ ആ മനസ്സാണ് ഇന്നിപ്പോൾ നെജുവിനെ പോലെ ഒരു തൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളെ മറികടന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യവും ഒരു ബോധവും സാമൂഹ്യ പ്രതിബദ്ധതയും കാണിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുന്നത് ആ ഒരു മനസ്സുകൊണ്ടാണ്. അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഒരു മനസ്സുണ്ടാവണമല്ലോ.
പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ പ്രചോദേട്ടൻ കലാഭവൻ പ്രചോദും താങ്കളും ഒരു നാട്ടുകാരനാണ്. ഒരു നാട്ടുകാരാണ്, നമുക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്നവരാണ്. ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് താങ്കളെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന പോലെ ഞാനും ബുദ്ധിമുട്ടിക്കാറുണ്ട്. പക്ഷെ എനിക്കൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു സമാനത തോന്നിയത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കല്യാണ ചെറുക്കന്മാരായിട്ട് അഭിനയിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ ടൈപ്പ് ചെയ്യപ്പെടുന്നത് ശരിക്കും അതൊക്കെ ഒരു കാലഘട്ടത്തിന്റെ ഇതിൽ സംഭവിക്കുന്നതാണ്. ഇപ്പം ആ ഒരു ഏജിൽ നമ്മൾ അങ്ങനെ ചെയ്തു. ഇപ്പം നമ്മൾ അത് ചെയ്യുന്നില്ല. കാരണം പ്രചോദനം ചെയ്യുന്നില്ല, ഞാനും ചെയ്യുന്നില്ല. കാരണം നമ്മുടെ പ്രായം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു പ്രായ സമയങ്ങളിൽ ശരിയായി പറഞ്ഞ പോലെ നമ്മൾ കല്യാണ ചെറുക്കൻ വേഷങ്ങൾ കൂടുതൽ ചെയ്തിട്ടുണ്ട്. അല്ല, പ്രചോദേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ പിന്നെ മടുത്തിട്ട് ആ തരത്തിലാണ് കോൾ വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ ആ കോൾ എടുക്കാൻ തന്നെ അല്ലെങ്കിൽ ടൈപ്പായി പോകും എന്നോർത്ത് അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. ഇപ്പോഴും വിളിക്കാറുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞു. ശരിയായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു അല്ല, അതില് ദുഃഖം തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ അങ്ങനല്ല. എപ്പോഴും ഒരു കാര്യമുണ്ട്, നമ്മൾ ദുഃഖം തോന്നിയിട്ട് കാര്യമില്ല. നമ്മൾ ഏതിലാണോ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്, ജനം നമ്മളെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്, അത് ഏത് വേഷമായിക്കോട്ടെ, ഏത് തൊഴിലായിക്കോട്ടെ, അപ്പോൾ ആ തൊഴിലെ നമ്മളെ കൂടുതൽ, അല്ലെങ്കിൽ ആ വേഷമേ ജനങ്ങളുടെ മനസ്സിലുണ്ടാകത്തുള്ളൂ. അപ്പോൾ അവർ ആ ഒരു വേഷം വരുമ്പോഴായിരിക്കും നമ്മളെ അതിനുവേണ്ടി വിളിക്കുന്നത്. ഇപ്പോൾ കോമഡി ചെയ്യുന്ന ഒരാളെ ചെയ്യുമ്പോൾ എന്താ പറയുക, അതുപോലെ പോലീസ് വേഷം ചെയ്യുന്നവരുണ്ട്, അത് പിന്നെ സ്ഥിരം പോലീസ് വേഷമാണ്. വില്ലൻ വേഷം ചെയ്യുന്നവർ വില്ലൻ വേഷമായിട്ട് മാറും. അപ്പം അതൊരു ടൈപ്പ് ചെയ്യുന്നതിന് മാത്രമല്ല, ടൈപ്പ് ചെയ്യുന്നത് നമ്മളെ സ്വീകരിച്ചതുകൊണ്ടാണ്, ആ വേഷത്തിൽ നമ്മളെ ജനം സ്വീകരിച്ചതുകൊണ്ടാണ്. എത്ര കൊല്ലം നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ആദ്യമായിട്ട് സിനിമയെ സംബന്ധിച്ചുള്ള ജോലി ഏറ്റെടുക്കാൻ ഉണ്ടായിരുന്നു, ഒരു സമിതിയിലുണ്ടായിരുന്നല്ലോ. ഞാൻ ചലച്ചിത്ര അക്കാദമിയിൽ മെമ്പറായിരുന്നു. എത്ര കാലം ഉണ്ടായിരുന്നു? ഞാൻ 3 വർഷം ഉണ്ടായിരുന്നു. അതെ, അതിൽ നിന്നുണ്ടായ ഒരു ആർജവവും അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ നഷ്ടമല്ല, ഒരുപാട് പേര് പരിചയപ്പെടാൻ, തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഒരുപാട് സിനിമയ്ക്കുള്ളിലെ സിനിമയെ കൂടുതൽ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ എന്താ പറയുക, ഈ അവാർഡ് പടങ്ങളുടെ ഒരാളല്ലായിരുന്നു. ഞാനൊരു കൊമേഴ്സ്യൽ ചിത്രങ്ങളുടെ ആളായിരുന്നു. അപ്പൊ അങ്ങനെ വന്നിരുന്ന ഒരാളല്ല. സിനിമയെ തരംതിരിക്കുന്നുണ്ട്. പക്ഷേ എന്നെ പോലെ അല്ലെങ്കിൽ എന്നെ പോലെ സിനിമകളെ അധികം സ്നേഹിക്കുന്നവർ അങ്ങനെ കാണുന്നില്ല. ചേട്ടനും അങ്ങനെ കാണുന്നില്ല. അല്ല, കാണുന്നില്ല എന്നുള്ളതല്ല. ഇപ്പൊ എന്താന്ന് വെച്ചാൽ, ഞാനൊരു ഫെസ്റ്റിവലിൽ പോയി ചിത്രങ്ങൾ കാണുകയോ ഫെസ്റ്റിവൽ ചിത്രങ്ങൾ കണ്ട് അതിന്റെ ഒരു അഭിനിവേശം കൂടുന്ന ഒരാളല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ചലച്ചിത്ര അക്കാദമി മെമ്പർ ആവുന്നതും. അതിൽ പ്രിയദർശനായിരുന്നു ചെയർമാൻ. പിന്നെ വളരെ വളരെ ആൾക്കാർ വന്നു. ശരിക്കും പറഞ്ഞാൽ KB ഗണേഷ് കുമാർ അന്ന് മന്ത്രിയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി വലിയ വലിയ സിനിമാക്കാർ, ഇന്റർനാഷണൽ, പോൾ കോക്സ്, ഈയിടെ മരിച്ച പോൾ കോക്സ്, അതുപോലെ കിംകി ഡൂക്ക്, ഇവങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ബന്ധപ്പെടുകയും ഇവരുടെയൊക്കെ പ്രോഗ്രാം ഓരോന്നും അവിടെ കണ്ടക്ട് ചെയ്യാൻ ഞാൻ നിയമിക്കപ്പെടുകയും ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനും ഇവരുമായിട്ട് സൗഹൃദങ്ങൾ പങ്കുവെക്കാനും ഒക്കെയുള്ള ഒരു അവസരം ഉണ്ടാവുകയും അതൊക്കെ എനിക്ക് അവിടുന്ന് നേടിത്തന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് മലയാളത്തിലെയും ഇന്ത്യയിലെയും തന്നെ പ്രശസ്തരായ ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെയൊക്കെയുള്ള വളരെ വ്യത്യസ്തമാർന്ന ഒരു തലത്തിൽ ആ ഒരു 3 വർഷക്കാലം എനിക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെ അതെ മൂന്ന് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ തകഴിയുടെ കഥയാണ്. തകഴിയുടെ കഥയിലെ വേഷമാണത്. അതുപോലെ ആ കഥയിൽ അടൂർ സാറിന്റെ നിത്യകന്യകയ്ക്കകത്ത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ സിനിമയിൽ ഒരു ഷോട്ട് അതെ 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 രാത്രിയിൽ അവര് കയറി വരുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞുമായിട്ട് പിന്നെ ചോദിക്കുന്നത് കൊച്ചിന്റെ അപ്പന എന്ന് പറയുന്ന ആ ഒറ്റ ഒരു ഷോട്ടല്ലേ ഉള്ളൂ. അതെ അതെ അതെ. സാറിനെ പോലുള്ള ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് ഒരു ഷോട്ടാണെങ്കിൽ അല്ല, ഞാനിപ്പോൾ പിന്നെയും എന്ന ചിത്രത്തിലും ജസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫറുടെ ഒരു വേഷം ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഒരു പടത്തിൽ ഒരു ഷോട്ടാണേലും അതൊരു അമൂല്യമായിട്ട് ഞാൻ കാണുന്ന വ്യക്തിയാണ്. സത്യമായിട്ട് അവിടെ ഫോട്ടോഗ്രാഫറുടെ വേഷം അവരിക്കാൻ ചെന്നപ്പോൾ നമ്മുടെ ഇന്ദ്രൻ ചേട്ടനെ കാണാൻ സാധിച്ചു. എനിക്ക് ഭയങ്കരമായി
പിന്നെ വ്യക്തിപരമായി നല്ല ടാലന്റ് ഉള്ള, എന്നാൽ അദ്ദേഹത്തിന് കഴിവ് അനുസരിച്ച് അല്ല, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവനുസരിച്ചുള്ള വേഷങ്ങളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് വെറും കോമഡി കഥാപാത്രങ്ങളിൽ മാത്രം തളയ്ക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. കൊടക്കമ്പി എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പോൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള. അല്ല, എനിക്ക് ഒരു ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാസർഗോഡ് ഇപ്പോൾ ഒരു ഇതുപോലെ തന്നെ ഒരു സീരിയസ് മൂവി ചെയ്തു. അതിൽ ഞങ്ങൾ 3-4 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നു. പടത്തിന്റെ പേര് ഇട്ടിട്ടില്ല. വിനോദ് മാത്യു എന്ന് പറഞ്ഞ പുതിയൊരു ഡയറക്ടറാണ് ചെയ്യുന്നത്. അല്ല 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 അതൊരു പയ്യന്റെ ഒരു ലക്ഷ്യബോധത്തെ സാധൂകരിക്കുന്ന ഒരു സംഭവമാണ്. ഇനിയും കൃഷി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അല്ല, കൃഷി മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തി, ഒരു കർഷകനുണ്ടായാൽ മാത്രം പോരാ. കൃഷിക്ക് എല്ലാം ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ സഹായത്തോടെ ഇത് ചെയ്യാൻ പറ്റും. ഇത് കർഷകരുടെ കൂട്ടായ്മ, പാടശേഖര സമിതി, അതുപോലെ തന്നെ തൊഴിലാളികളുടെ സഹായം, അതിനേക്കാൾ എല്ലാം ഇതിനെ കവർ ചെയ്യാൻ സർക്കാരിൻ്റെ കൃഷി വകുപ്പിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നമ്മൾ തൊഴിലാളികളെ കിട്ടാനാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആ സമയത്ത് ബംഗാളിൽ നിന്നും മറ്റുള്ളിടത്തുനിന്നും വരുന്ന തൊഴിലാളികളെ ആശ്രയിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ തൊഴിലുറപ്പ് പോലെയുള്ള പദ്ധതികൾ ഇതിലേക്ക് ഉൾപ്പെടുത്തി ഇതിന് കൃഷിക്ക് ഉപകാരപ്രദമായ രീതിയിൽ, അതുപോലെ ജൈവ കൃഷിക്ക് പ്രത്യേകിച്ചും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആദ്യം തന്നെ ജൈവകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കത് ചെയ്യാം. ഇത് പാടശേഖരത്തെ പലരും പാട്ടത്തിന് ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ഒരു വർഷത്തെ പിന്നെ കൃഷിക്ക് വേണ്ടി വരുമ്പോൾ അവരെ ഒരിക്കലും ജൈവകൃഷിയിലേക്ക് ഇത് ചെയ്യും. പിന്നെ ജൈവ രീതിയിലേക്കുള്ള കൃഷി ചെയ്യുന്ന നെല്ലിന് പ്രത്യേകമായ പരിഗണന കൊടുത്ത് സർക്കാർ അതിനെ ഏറ്റെടുക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടും ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് സർക്കാരാണ് എപ്പോഴും ഇതിൻ്റെ ഒരു പ്രധാന കണ്ണി. കാരണം കൃഷി നിലനിർത്തിക്കൊണ്ട് പോവുകയും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ. കാരണം ഒരു വ്യക്തിക്കോ ഒരു സൊസൈറ്റിയോ മാത്രം വിചാരിച്ചാൽ കേരളം മൊത്തം ഒരു വലിയ മാറ്റം സൃഷ്ടിക്കാൻ പറ്റുകയില്ല. അതൊരു സർക്കാരിനെ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായും അതിനുള്ള ആർജവമുള്ള മനസ്സുള്ള മന്ത്രിയും സർക്കാരും ഉദ്യോഗസ്ഥരും അതോടൊപ്പം തൊഴിലാളികളും കർഷകരും ചേരുന്ന ഒരു കൂട്ടായ്മയ്ക്ക് മാത്രമേ ഇതിലൊരു മാറ്റം സംഭവിപ്പിക്കാൻ പറ്റൂ. കൃഷ്ണപ്രസാദ് എന്ന സിനിമാ നടനെ ശ്രദ്ധിച്ചു എന്ന് സ്വയം തോന്നിയ ഒരു സിനിമയാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു യാത്രാമൊഴി എന്ന ചിത്രമാണ്. അതിൽ ശിവാജി ഗണേശനോടൊപ്പവും ഇന്നത്തെ വലിയ പ്രകാശ് രാജ്, മോഹൻലാൽ, നെടുമുടി വേണു, തിലകൻ, ആ സെറ്റിൽ കമലഹാസനെ പോലെ ഒരാൾ വരികയും ചെയ്തു. അവരുടെയൊക്കെ മുന്നിൽ അഭിനയിക്കാനും അതോടൊപ്പം ശിവാജി ഗണേശനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ച ഏക മലയാളത്തിലെ യുവനടൻ എന്നുള്ള ഒരു ഖ്യാതി എനിക്ക് ലഭിച്ചു എന്നുള്ളത് ഒരു വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ചോദിച്ചത് അതിലുപരി റോഡിൽ കൂടെ കൃഷ്ണപ്രസാദ് നടൻ എന്ന വ്യക്തി നടന്നു പോകുമ്പോൾ ഇങ്ങനെ ആ പടത്തിലുണ്ടായിരുന്നല്ലോ. അല്ല, അത് വേനൽക്കിനാവുകളാണ്. കാരണം MD വാസവൻ നായർ, സേതുമാധവന്റെ ഞാൻ നായകനായിട്ട് അഭിനയിച്ച ചിത്രം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ. സുധീഷുണ്ട്, ഇതുമൊക്കെയാണ്. അതെ അതെ, ദി ഏജ് ഓഫ് അവേക്കനിങ്. അതെ 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 അതെ, ആ ചിത്രം. അതെ അതെ. അല്ല, ശ്രദ്ധിക്കുക, പോപ്പുലാരിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടായത് മലയാളത്തിലെ ഒരു സിനിമയിലല്ല, സ്ത്രീ എന്ന് പറഞ്ഞ ഒരു സീരിയൽ 2000 ഏഷ്യാനെറ്റിലെ നല്ല കേരളത്തിലെ നല്ല മലയാളികൾ എവിടെ ഉണ്ടോ അവരൊക്കെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ. അതെ അതെ, വിനയപ്രസാദും സിദ്ദിഖും പേര്, ഞാനും ബിന്ദുജയുമായിരുന്നു. ആ സമയത്തുണ്ടായ ഒരു മലയാളികളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ആരാധന, അതുപോലൊരു സംഭവം ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ആ സമയത്താണ് ഞാനൊരു പൊട്ടനായിട്ട് അഭിനയിച്ച സമയം എന്ന് പറഞ്ഞ സീരിയലും അതോടൊപ്പം തന്നെ വരികയും അതൊരു വ്യത്യസ്തമാർന്ന കഥാപാത്രമായിട്ട് അത് ചെയ്യാനും സാധിച്ചതൊക്കെ ഒരു സീരിയൽ രംഗത്തും അതുപോലെ പോപ്പുലാരിറ്റിയുടെ കാര്യത്തിലും ഏറ്റവും കൂടുതൽ സഹായിച്ചത് ആ സമയത്താണ്. ഈ നമ്മുടെ ഹരികൃഷ്ണൻ എന്ന സിനിമ ചെറുതാണെങ്കിലും അതെ
ഒരു ഒരു 10-20 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ചെറിയ സന്ദർഭങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു അനുഭവം മമ്മൂട്ടി അതെ അതെ ഇപ്പോഴാണ് ആ താരപദവി അവർക്ക് വന്നെങ്കിലും അത് അന്ന് അത്രയും കാലം അല്ല, അന്നും അവര് സൂപ്പർ സ്റ്റാർസ് ആയിരുന്നു. എന്നാ ഇപ്പൊ പാലാഭിഷേകം മുതലായ പരിപാടികളും എത്തുന്നതിന് മുമ്പ് ഇപ്പോഴാണല്ലോ യൂട്യൂബും ഇന്റർനെറ്റും ഒക്കെ അങ്ങ് കത്തിക്കേറുവാണല്ലോ. മമ്മൂട്ടി ഒരു ഡയലോഗ് പറഞ്ഞാൽ ഫേസ്ബുക്ക് അങ്ങ് ഏറ്റെടുക്കുകയാണ്, മോഹൻലാൽ ഒരു ഡയലോഗ് പറഞ്ഞാൽ അതിനും ഏറ്റെടുക്കുകയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ എത്തുന്നതിന് മുമ്പേ അവരോട് എത്ര ദിവസം ആ സിനിമയിൽ സഹകരിക്കാൻ. അല്ല, ഞങ്ങൾ ആദ്യം അഭിനയിച്ച് തുടങ്ങിയത് കൊടൈക്കനാൽ എന്ന ലൊക്കേഷനിലായിരുന്നു. അത് കഴിഞ്ഞ് മദ്രാസിലായിരുന്നു. അതിന്റെ അവസാനത്തെ ആ പാട്ടൊക്കെ എടുത്തത് മദ്രാസിലായിരുന്നു. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി മോഹൻലാലും ഒരു ടീമായിട്ട് അപ്പുറം നിൽക്കുമ്പോൾ ജൂഹി ചൗള അഭിനയിക്കുന്നു. അതിനേക്കാളൊക്കെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഒരു വലിയൊരു ടീമായിരുന്നു. ഒന്ന് കുഞ്ചാക്കോ ബോവൻ, പിന്നെ സുധീഷ്, യദു, ഞാൻ, കൃഷ്ണ, അങ്ങനെ ഞങ്ങൾ 4-5 ചെറുപ്പക്കാരും കൂടെ അവിടെ ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായ ഒരു സന്തോഷപ്രദമായ ദിനങ്ങളായിരുന്നു. അതെ, ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പിക്നിക്കിന് പോയ ഒരു അനുഭവത്തിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. ആ ഹരികൃഷ്ണൻസ് എന്ന് പറഞ്ഞത് അല്ല, അത് 3 ദിവസം കൊടൈക്കനാല്, ഒരു 3 ദിവസം മദ്രാസ്. അല്ല, മോഹൻലാലിന്റെ പ്രണവമാണ് ആ പടം ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അല്ല, ആ പടങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ സിനിമയിലും സീരിയലും അറിയപ്പെട്ടിരുന്നു. അതെ 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 കാരണം ആ പടത്തിലെ പാട്ടുകളെല്ലാം ഹിറ്റ്. അതെ അതെ അതെ. അതുമല്ല ലാസ്റ്റ് ആ മൂമെന്റിൽ വരുന്ന ആ സിനിമയുടെ ടേണിംഗ് പോയിന്റ് ആയിട്ട് വരുന്ന പാട്ടിലും താങ്കളുണ്ട്. അതെ 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 അതാണ്. അതെ അതെ, അവസാനത്തെ ക്ലൈമാക്സ് പാട്ട്. അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, അതൊക്കെ ഒരു ജീവിതത്തിലെ അതെ അതെ ഭാഗ്യം എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മൾ തേടി നടന്ന് നമ്മൾ കൈപിടിച്ചെടുക്കാവുന്ന കാര്യങ്ങളെക്കാൾ നമുക്ക് സ്വന്തമായി നമ്മളിലേക്ക് എത്തി വരുന്ന ഒരു ഭാഗ്യമാണ്. ഇപ്പം സിനിമ എന്നും പറഞ്ഞ് ചങ്കിനകത്ത് കൊണ്ട് നടക്കുന്ന ഒരുപാട് സിനിമ ഉള്ളിലോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് യുവാക്കൾ അല്ലെങ്കിൽ പ്രായമായവര് തന്നെയുണ്ട്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? എങ്ങനെ ഒരു സിനിമ സംവിധായകന് അല്ലെങ്കിൽ ഒരു സിനിമ മേഖലയിലുള്ള ആളിനെ പരിചയപ്പെടാൻ പോകുമ്പോ അവര് എടുക്കേണ്ട മുൻകരുതലുകൾ എന്താണ്? അല്ല, ഇത് പഴയകാല സിനിമയല്ല ഇന്നത്തെ സിനിമ. ഇപ്പൊ എന്താ വെച്ചാൽ, പണ്ടെന്ന് പറഞ്ഞാൽ മദ്രാസിൽ പോയി ആണ് സിനിമ ഫീൽഡിലേക്ക് എത്തിപ്പെടുന്നതിന്റെ ഒരു പ്രാഥമിക ഇത്. അതുപോലെ നാടകം, ഇതൊക്കെ ഒരു അത്യാവശ്യമായിരുന്നു. ഞാനാണെങ്കിൽ പോലും MG യൂണിവേഴ്സിറ്റിയിൽ 2 വർഷം ബെസ്റ്റ് ആക്ടർ ആയതിനു ശേഷമാണ് ഞാൻ ഈ സിനിമാ രംഗത്തേക്ക് വരുന്നത്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴും ഇന്നത്തെ തലമുറയ്ക്ക് പക്ഷേ ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നില്ല. കാരണം ഒരു നാടകമോ മറ്റുള്ള ബേസിക്കായിട്ടുള്ള കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട് പ്രൂവ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. സൗഹൃദങ്ങളും ബന്ധങ്ങളും അതോടൊപ്പം ഒരു ടീം വർക്കിൻ്റെ ഭാഗമായിട്ട് ചിലർ പടങ്ങൾ ചെയ്യുന്നു, അതിൽ ഉൾപ്പെടുന്നു. അത് സ്വാഭാവികതയുടെ ഭാഗത്ത് ക്ലിക്കായാൽ, ഹിറ്റായാൽ അവർ നടനാവാം, നടിയാവാം, ടെക്നീഷ്യന്മാരാവാം, അവർ ക്ലിക്കാവുന്നു, ഹിറ്റാവുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർക്ക് പെയിൻഫുൾ ആയിട്ടല്ല അവർ ഇതിനകത്ത് വരുന്നത്. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള ആൾക്കാർക്ക് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരു രീതിയിലും അവർക്ക് മേന്മ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം നോക്കിയോ ലക്ഷ്യം നോക്കിയോ അല്ല സിനിമയിലേക്ക് വന്നിരുന്നത്. അപ്പോൾ ഇന്ന് വരുന്ന ആൾക്കാർ കുറച്ചുകൂടെ ഇതിനകത്ത് ഈ കലാരൂപത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത് ഒപ്പം കൂടണം എന്നുള്ളതാണ് എന്നെപ്പോലൊരു എളിയ കലാകാരൻ്റെ പ്രാർത്ഥന. ഈ മറ്റേ ചലച്ചിത്ര അക്കാദമിയുടെ സ്ഥാനത്തൊക്കെ ഇരുന്ന ആളെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടെ സിനിമയിൽ നിന്ന് നമുക്ക് ചോദിക്കാം. കാരണം ഇപ്പോഴത്തെ യുവാക്കൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാർ സിനിമയിൽ കയറാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഡയറക്ടറെ കാണിക്കാൻ വേണ്ടി പെട്ടെന്നൊരു 1 ലക്ഷം രൂപയോടെ നിങ്ങൾ ഉണ്ടാക്കി ഒരു ഷോർട്ട് ഫിലിം അങ്ങനെ തട്ടിക്കൂട്ടുകയും
അവരെ അത് കൊണ്ടുവന്ന് കാണിക്കുകയും എനിക്ക് കഴിവുണ്ട് എന്നെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്തൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ. ഇപ്പൊ പ്രത്യേകിച്ച് യൂട്യൂബ് വന്നാൽ യൂട്യൂബ് തുറന്നാൽ ശരിക്കും പറഞ്ഞ ഷോർട്ട് ഫിലിം കൊണ്ട് തട്ടിട്ട് വേറെ വീഡിയോ ഒന്നും കാണാൻ പറ്റത്തില്ല, പ്ലേ ആകുന്നു പോലും. അപ്പൊ ആ ഒരവസ്ഥയും എങ്ങനെ നോക്കി കാണുന്നു? അതൊരു നല്ല പ്രവണതയാണോ? ഷോർട്ട് ഫിലിമിനെ മാത്രം ഒരു നടനാക്കാനോ? അല്ല, ഒരിക്കലും ഒരു ഷോർട്ട് ഫിലിമിനകത്ത് അഭിനയിച്ചത് കൊണ്ട് നമ്മൾ ഒരു നടനാവുന്നില്ല, ഒരു ടെക്നീഷ്യൻ ആവുന്നില്ല. ഒരിക്കലും ഒരു കൊമേഴ്സ്യൽ ചിത്രം എടുക്കുന്ന ഒരാൾക്ക് ഒരു ഷോർട്ട് ഫിലിമോ ഒരു ഡോക്യുമെൻ്ററിയോ എടുത്ത് സക്സസ് ആക്കാൻ പറ്റണമെന്നില്ല. അതേ സ്ഥാനത്ത് ഒരു ഡോക്യുമെൻ്ററി എടുക്കുന്ന ഒരാൾക്ക് ഇതുപോലെ തന്നെ ഒരു കൊമേഴ്സ്യൽ സിനിമയും സക്സസ് ആക്കാൻ പറ്റണമെന്നില്ല. എല്ലാത്തിൻ്റെയും ഒരു വേ എന്ന് പറയുന്നത് പല വഴിക്കാണ്. സിനിമയുടെ വഴിയല്ല ഡോക്യുമെൻ്ററിയുടെ വഴി. എല്ലാം ചിത്രീകരണമാണ്, മീഡിയയിലുള്ള വിഷ്വൽ മീഡിയയിലുള്ള ചിത്രീകരണമാണെന്നുള്ള ഒരു പ്രത്യേകതയല്ലാതെ ബാക്കിയുള്ള അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ ഇതൊരു ഘടകം എന്നുള്ളതേ ഉള്ളൂ. ആ ഘടകം കൊണ്ട് പൂർണ്ണമാകുന്നില്ല എന്തായാലും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ താങ്കളുടെ ഇതുവരെയുള്ള ജീവിത അല്ലെങ്കിൽ സിനിമ ജീവിതം വെച്ചിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് താങ്കൾക്ക് നല്ല കഴിവുള്ള ഒരാളാണ്. പക്ഷെ ചെറിയ ചെറിയ റോളുകളാണ് കിട്ടുന്നത്. അന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. അതിൽ ദുഃഖമുണ്ട്. ഇപ്പം അല്ല, തീർച്ചയായിട്ടും ദുഃഖിച്ചിട്ട് കാര്യമില്ല. പക്ഷേ വാസ്തവമാണോ എന്ന് ചോദിച്ചാൽ നിജു പറഞ്ഞ ആ വാക്ക് കറക്റ്റാണ്. കാരണം ചെറിയ ചെറിയ വേഷങ്ങളിൽ തഴയപ്പെടുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല. മലയാള സിനിമയിലും നല്ല ഏത് സിനിമയിലും ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ അതിനുള്ള സറൗണ്ട് ഒരു ചുറ്റുപാടുകളോ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഈ രംഗത്ത് വന്ന് നമുക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരങ്ങൾ ലഭിച്ചു എന്ന് ഞാൻ പൂർണ്ണമായും സംതൃപ്തനല്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അതിലേക്കുള്ള പല പല ഘടകങ്ങൾ ഇതൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു വിഷമം ഈ അവസരത്തിൽ ഞാൻ പങ്കുവെച്ചു. അല്ല, ഞാൻ ചോദിച്ചത് 90 ദിവസത്തെ മേളിലോടിയ പടമാണ് ബാംഗ്ലൂരിന്റെ. ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു തറവാട്ടിൽ താമസിക്കുന്ന ഒരു പേര് പോലും വെളിപ്പെടുത്താത്ത ഒരു ബന്ധു എന്ന നിലയ്ക്കാണ് താങ്കൾ. പേരില്ല, താങ്കൾക്ക് അതിനകത്ത് പേരില്ല. ആശുപത്രി വരുന്നു, അമ്മാവനെ കൊണ്ടുപോയി ആശുപത്രി ആകുന്നു, ആശുപത്രി കൂട്ടിയിരിക്കുന്നു എന്ന ആ റോള് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ അച്ഛൻ കാണാതെ പോകുമ്പോ നമ്മുടെ നായകന്റെ കയ്യില് അല്ലെങ്കിൽ കുട്ടന്റെ കയ്യില് കത്ത് കൊണ്ട് കൊടുക്കുന്നത് താങ്കളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ അത്രയും ചെറിയ അല്ല, എനിക്കൊരു വേഷം കിട്ടുമ്പോൾ ഞാൻ ചെറുതോ വലുതോ എന്ന് ഞാൻ ചിന്തിക്കാറില്ല. കാരണം ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഞാനിപ്പം വേറൊരു ഇതിൽ പോയി എനിക്കിനിയും വേറൊരു തൊഴിൽ മേഖലയിലേക്ക് എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാനിപ്പോൾ ഈ 10-24 വർഷമായ എൻ്റെ ഈ മേഖലയിൽ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ കിട്ടുന്ന വേഷം അത് മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയാതെ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷം. അല്ല, ആ ചിത്രത്തിൽ ചെയ്യുന്നതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. പുതിയ ജനറേഷൻ്റെ എല്ലാ ഒരു ടീമാണ് അതിനകത്ത് അഭിനയിക്കുന്നത്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരു സംസർഗവും ഇൻട്രാക്ഷൻ അതൊക്കെ ഉണ്ടാവാനുള്ള ഒരു കാരണം കൂടെ എനിക്കതിനകത്ത് ഒരു പ്രാധാന്യം, ഒരു നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശരിക്കും ഒരു നാട്ടിൻ പുറത്തുകാരനായിട്ട് തന്നെ അനുഭവപ്പെട്ടു. പിന്നെ മക്കളുടെ കാര്യവും അമ്മയുടെ കാര്യവും വൈഫിന്റെ കാര്യവും കൂടെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അച്ഛൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. പെരുന്ന NSS സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. NB ഉണ്ണിപ്പിള്ള എന്നാണ്. അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 8 വർഷം കഴിഞ്ഞു. പിന്നെ എൻ്റെ അമ്മ നേരത്തെ പോയി. അമ്മ കുട്ടനാടുകാരിയാണ്, ഇന്ദിരാഭായി എന്നായിരുന്നു. ഇല്ല, അമ്മയ്ക്കില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ 4 പേരായിരുന്നു സഹോദരങ്ങൾ. മൂത്ത ചേച്ചി കൃഷ്ണകുമാരി, പിന്നെ മൂത്ത ജ്യേഷ്ഠൻ കൃഷ്ണകുമാർ. ഇല്ല, ചേച്ചിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, ഇപ്പം ബാംഗ്ലൂരാണ് ഇപ്പം. പിന്നെ ചേട്ടൻ ദേവസ്വം ബോർഡിലാണ്. അതുകൂടാതെ ചേട്ടൻ ചങ്ങനാശ്ശേരി കൃഷ്ണകുമാർ എന്നാണ്. ചേട്ടൻ കൗൺസിലറും കൂടാണ് പെരുന്നേലെ. പിന്നെയുള്ള ചേട്ടന് ഇതിനിടയ്ക്ക് ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു, കൃഷ്ണദാസ്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇളയാളാണ് ഞാൻ. അതുകൂടാതെ ഇപ്പം ഞാൻ വിവാഹം കഴിച്ചിട്ട് 12 വർഷം കഴിഞ്ഞു. എൻ്റെ സഹധർമ്മിണി രശ്മി എന്നാണ്. അവരുടെ വീട് ചെങ്ങന്നൂർ പ്രയാറാണ്. എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്.
അവര് 6ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ക്രിസ്ത്യോദി പ്ലാസിഡിലാണ് പഠിക്കുന്നത്. മൂത്ത മോടെ പേര് പ്രാർത്ഥന കൃഷ്ണ എന്നും ഇളയ മോടെ പേര് പ്രപഞ്ച കൃഷ്ണ എന്നുമാണ്. അല്ല, അവരൊക്കെ പറയുന്നതൊക്കെ നല്ലതായാലും ചീത്തയായാലും ഞാൻ ചെവിക്കൊള്ളാറുണ്ട്. അപ്പൊ ഇത്ര നേരം നമ്മുടെ ഓഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി ഏട്ടൻ്റെ കൃഷിക്കാരനെന്ന നേരെ മാറ്റി വെച്ച് നമുക്ക് വേണ്ടി പങ്കുവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എനിക്കും എന്താ പറയുക, വളരെ പല ഇന്റർവ്യൂകളും പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് ഇത് അല്ല, ഒരു ഇന്ററാക്ഷൻ. ആ ഒരു ഇന്ററാക്ഷനിൽ നജുവായിട്ട് ഇങ്ങനെ ഇത്രയും സമയം താങ്കളുടെ ഭവനത്തിൽ വന്ന് ചെലവഴിച്ച് ഇത് മറ്റുള്ളവരുമായിട്ട് താങ്കളുടേതായ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ സാധിച്ചത് ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായി കാണുന്നു. അതിന് ഈ പ്രേക്ഷകർക്കും ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പ്രത്യേകമായ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി പറയുന്നു. ഒപ്പം ഈ ഓണക്കാലം കഴിഞ്ഞ ഈ വേളയിൽ എല്ലാവർക്കും വൈകിയ വേളയിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.